ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഏരിയ റിലേറ്റഡ് ടു സർക്കിൾ എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു ട്വൈസ് ദാറ്റ് ഓഫ് സ്ക്വയർ, ദെൻ ദ റേഷ്യോ ഓഫ് ദെയർ ഏരിയാസ്. അത് ഏരിയയുടെ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. എന്താണ് നമുക്ക് ഗിവൺ? പെരിമീറ്റർ, സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr, അത് ട്വൈസ് ദാറ്റ് ഓഫ് സ്ക്വയർ. സ്ക്വയറിന്റെ പെരിമീറ്ററിന്റെ ട്വൈസ് ആണ്. സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താണ്? 4 ഇൻറ്റു സൈഡ്. അതിന്റെ ട്വൈസിന് ഈക്വൽ ആണ് സർക്കിളിന്റെ പെരിമീറ്റർ. അപ്പൊ 2πr ഈക്വൽ ടു 2 ഇൻറ്റു 4 എന്ന് കിട്ടി. അവിടെ 2 ക്യാൻസൽ ആയി. നമുക്ക് എ എന്ന് പറയുന്നത് πr/4 എന്ന് എടുക്കാം. എ ഈക്വൽ ടു 4a ഈക്വൽ ടു πr ആണ്. അപ്പൊ എ ഈക്വൽ ടു πr/4. നമുക്ക് എന്താണ് കാണേണ്ടത്? റേഷ്യോ ഓഫ് ദെയർ ഏരിയാസ്. അതായത് ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ. ഇതിന്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? πr² ഡിവൈഡ് ബൈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് എത്രയാണ് ഇവിടെ? πr/4 ആണ്. πr/4 ഇൻറ്റു πr/4. അപ്പൊ ഇവിടെ നമുക്ക് πr² ക്യാൻസൽ ആയി പോകും. 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16/π ആണ് വരുന്നത്. അപ്പൊ 16/π ആൻസറിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 16/22/7 ആണ്. അപ്പൊ 7 മുകളിലേക്ക് പോയി. ഇനി ഇതിനെ ക്യാൻസൽ ചെയ്യുക. 11, ഇത് 8. 8 7s are 56. അപ്പൊ 56/11 ആണ് ആൻസർ വരുന്നത്. അങ്ങനെ അടുത്തത് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ. അതായത് ഒരു സർക്കിളിനുള്ളിലാണ് നമുക്ക് സ്ക്വയർ വരുന്നത്. സ്ക്വയർ അപ്പൊ സർക്കിളിൻ്റെ ഉള്ളിലാണ് സ്ക്വയർ ഉള്ളത്. അതിന്റെ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇത് ടച്ച് ചെയ്തിട്ട് പോകണം. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്. റേഡിയസ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് അതിന്റെ റേഡിയസ്. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെയുള്ളത് ഇതിന്റെ ഡയമീറ്റർ ആയിരിക്കും. ഡയമീറ്റർ എന്ന് പറയുന്നത് 10, ഇത് 10, ഇത് 10, അങ്ങനെ 20. അതായത് ഡബിൾ ആയിരിക്കും. റേഡിയസിന്റെ ഡബിൾ ആയിരിക്കും അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് 20 ആയിരിക്കും. റേഡിയസ് 10 തന്നതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 20. അതായത് ഡയമീറ്റർ ഈക്വൽ ടു 20 ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയറിന്റെ ഡയഗണലിന് ഈക്വൽ ആണ്. ഡയഗണലാണ് ഡയമീറ്റർ ആയിട്ട് വരുന്നത്. ഡയഗണൽ ഈക്വൽ ടു ഡയമീറ്റർ ആണ്. അപ്പൊ സ്ക്വയറിന്റെ ഡയഗണൽ എന്താണ്? √2 ഇൻറ്റു സൈഡ് ആണ് സ്ക്വയറിന്റെ ഡയഗണൽ. അത് ഡയമീറ്ററിന് ഈക്വൽ ആണ്. അപ്പൊ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? 20/√2 ആണ് വരിക. 20/√2. നമുക്ക് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്. 20/√2 ഇൻറ്റു 20/√2. അപ്പൊ √2 ഇൻറ്റു √2 2 ഇൻറ്റു 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. അപ്പൊ 10 ഇൻറ്റു 20 ആണ് വരുന്നത്. 10 ഇൻറ്റു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് സർക്കിളിന്റെ ഉള്ളിലാണ് സ്ക്വയർ വരുന്നത്. സർക്കിളിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയറിന്റെ ഡയഗണലിന് ഈക്വൽ ആണ്. സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2 ഇൻറ്റു സൈഡ് ആണ്. √2 ഇൻറ്റു സൈഡ് 20 ആണെങ്കിൽ അതിന്റെ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ വീൽ ഹാസ് ഡയമീറ്റർ തന്നിട്ടുണ്ട് 112 സെന്റിമീറ്റർ. ദ നമ്പർ ഓഫ് കംപ്ലീറ്റ് റെവല്യൂഷൻ ഇറ്റ് വിൽ ടേക്ക് ടു കവർ അതായത് 1056 മീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര റെവല്യൂഷൻ വേണമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വീലാണ്. വീല് ഇങ്ങനെ നമുക്കറിയാം, ഇത് ഓരോ റൊട്ടേഷൻ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് കിട്ടുക. ഇവിടെ നമുക്ക് 1056 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര റൊട്ടേഷൻ വേണം എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പൊ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് n ഇൻറ്റു 2πr ഈക്വൽ ടു ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഈക്വൽ ടു 112 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്
112 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 56 സെന്റിമീറ്റർ ആണ്, ഡിസ്റ്റൻസ് മീറ്ററിലാണ് ഉള്ളത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഡിസ്റ്റൻസിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. n ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് 56 ഈക്വൽ ടു ഡിസ്റ്റൻസ് 1056 ഇൻറ്റു സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 100. അപ്പോൾ നമുക്കിവിടെ n ആണ് കാണേണ്ടത്. n ഈക്വൽ ടു 1056 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 22. ഈ 7 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക, 56 ഇവിടെ 7 എന്ന് വരും. അതായത് ഇതേ ഇൻറ്റു 7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 22. അപ്പോൾ ഇത് 56 ഇതും ക്യാൻസൽ ആക്കുമ്പോൾ 8. ഇനി ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ആക്കുകയാണെങ്കിൽ 5 ഇവിടെ 2 കൊണ്ട് 2 4 8 528 വന്നു. ഈ 528നെ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 4 6 264 ആണ് വരുന്നത്. 264ഉം 264 ഈ 264 11ഉം കൂടി നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 264 ഉണ്ട്. 264/11 എന്ന് പറയുമ്പോൾ 11 22 44 24 ഇവിടെ 24 എന്ന് വരും. 24 8 ഉണ്ട് ഇവിടെ. 8 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. അപ്പോൾ 3 ഇൻറ്റു 100 ആണ് വരുന്നത്. 3 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോയാൽ മതി. 3 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഡി 300 ആണ് ആൻസർ. അടുത്തത് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 12 സെന്റിമീറ്റർ ഈസ് 10 പൈ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദിസ് ആർക്ക്. അപ്പോൾ നമുക്ക് അവിടെ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് ആർക്ക് കാണാനുള്ള ഫോർമുല θ/360 ഇൻറ്റു 2πr ആണ്. ഈക്വൽ ടു അത് നമുക്ക് ഗിവൺ ആണ്. എത്രയാണ് 10 പൈ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഇസ് ഈക്വൽ ടു 12. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ പൈ ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. θ ഈക്വൽ ടു 10 ഇൻറ്റു അതായത് ഈ 360 ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 ഇൻറ്റു 360 ഡിവൈഡ് ബൈ 2 ഇൻറ്റു റേഡിയസ് എത്രയാണ് 12. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 180. ഇനി ഇതിനെ നമ്മൾ 2 കൊണ്ട് 6 കൊണ്ട് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യുക. 6 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ഇവിടെ 150. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആംഗിൾ 150 ഡിഗ്രി ആണ് വരുന്നത്. ഇനി അടുത്തത് ലെങ്ത് ഓഫ് എ മൈനർ ആർക്ക് ഈസ് 2/8 ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. റൈറ്റ് ദ മെഷർ ഓഫ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അവിടെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ലെങ്ത് ഓഫ് മൈനർ ആർക്ക്, ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് എന്താണ്? θ/360 ഇൻറ്റു 2πr ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 2/8 ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിളിന്റെ 2/8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് θ/360 ഇൻറ്റു 2πr ആണ്. അത് നമുക്ക് തന്നിരിക്കുന്നത് 2/8 ഇൻറ്റു സർക്കംഫറൻസ് ഓഫ് സർക്കിൾ. അപ്പൊ ഈ രണ്ട് 2πr നമുക്ക് ക്യാൻസൽ ആയി പോവും. θ എന്ന് പറയുന്നത് 2/8 ഇൻറ്റു 360. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാം. 8 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 8 4s 32 40ൽ 5. അപ്പോൾ 90 ഡിഗ്രിയാണ് വരുന്നത്. 45 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി. അടുത്തത് എ വയർ ഈസ് ലൂപ്ഡ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 14 സെന്റിമീറ്റർ. ഇറ്റ് ഈസ് റീബെൻഡ് ടു എ സ്ക്വയർ. ഡിറ്റർമൈൻ ദ സൈഡ് ഓഫ് എ സ്ക്വയർ. അതായത് ഒരു വയർ നമ്മൾ എന്ത് ചെയ്തു? സർക്കിൾ പോലെയാക്കി. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ റീബെൻഡ് ചെയ്തിട്ട് സ്ക്വയർ ആക്കി മാറ്റുന്നത്. അതായത് ആ വയറിനെ ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഭാഗം ഇത് അങ്ങനെയാണല്ലോ വയർ. ആ വയറിന്റെ സർക്കംഫറൻസ്, അതായത് ഈ ഒരു വയറിന്റെ സർക്കംഫറൻസ് എന്തിന് ഈക്വൽ? അതേ ഇതിലാണ് നമ്മൾ അതിനെ സ്ക്വയർ ആക്കി മാറ്റുന്നത്. അപ്പൊ അതിന്റെ അതായത് രണ്ടിന്റെയും പെരിമീറ്റർ ആണ് അവിടെ ഈക്വൽ ആവുക. ഒരു വയറിനെയാണ് നമ്മൾ സർക്കിൾ ആക്കി മാറ്റിയത്. ആ വയറിനെ നിവർക്ക് പിന്നെ നമ്മൾ സ്ക്വയർ ആക്കി മാറ്റണം. അപ്പൊ രണ്ടിന്റെയും പെരിമീറ്റർ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr. അത് ഏതിന് ഈക്വൽ ആണ്? സ്ക്വയറിന്റെ പെരിമീറ്ററിന് ഈക്വൽ ആണ്. 4 ഇൻറ്റു a ആണ്. അതായത് 4 ഇൻറ്റു സൈഡ് ആണ് സ്ക്വയറിന്റെ പെരിമീറ്റർ. അപ്പോൾ റേഡിയസ് ഇവിടെ 2 ഇൻറ്റു π ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത്
14. പൈയുടെ വാല്യൂ 22/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 40 ഈക്വൽ ടു 4 ഇൻറ്റു എ. അപ്പോൾ ഇവിടെ ക്യാൻസലായി 2. ഇവിടെ 2 2 4 ക്യാൻസലായി. എ ഈക്വൽ ടു 22. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് 22 സെൻറ്റിമീറ്റർ. If the side of square is 14 centimeter, find the area of circumscribed circle ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ circumscribed സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ സ്ക്വയർ, ഈ സ്ക്വയറിന്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 14 സെന്റിമീറ്റർ. അപ്പോൾ ഈ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് നമുക്ക് സർക്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ എന്ത് കിട്ടണം? റേഡിയസ് അറിയണം. റേഡിയസ് അറിയണമെങ്കിൽ ഇവിടെ ഡയമീറ്റർ, ഈ സ്ക്വയറിന്റെ ഡയഗണൽ ആയിരിക്കും സർക്കിളിന്റെ ഡയമീറ്റർ. അപ്പോൾ ഈ ഡയഗണൽ എന്ന് പറയുന്നത് √2 ഇൻറ്റു സൈഡ്. √2 ഇൻറ്റു സൈഡ് എന്ന് പറയുന്നത് അവിടെ സൈഡ് എത്രയാണ്? 14 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 14 √2 ആണ് ഈ സർക്കിളിന്റെ ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 7√2 ആയിരിക്കും. അതായത് 14/2 ഇൻറ്റു √2 എന്ന് പറയുമ്പോൾ 7√2. നമുക്ക് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. പൈ ആൻസറിലുള്ളത് കൊണ്ട് πr². പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. പൈ ഇൻറ്റു 7√2 ഇൻറ്റു 7√2. അപ്പോൾ 49 ഇൻറ്റു 2 എന്ന് പറയുന്നത് 98 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്തത്, ഇഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈ 16 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ. അതായത് ഇവിടെ സ്ക്വയറിൻ്റെ ഉള്ളിലാണ് സർക്കിൾ ഉള്ളത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയറിന്റെ സൈഡ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 16. സ്ക്വയറിന്റെ സൈഡ് 16 ആണെങ്കിൽ ഈ ലെങ്ത് ആണ് 16. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 8 ആണ് വരിക. റേഡിയസ് 8 ആണെങ്കിൽ πr² ആണ് കാണുന്നത്. പൈ ഇൻറ്റു 8 ഇൻറ്റു 8. അപ്പോൾ 64 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് വരിക അതിൻ്റെ ആൻസർ. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മാറിപ്പോകരുത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും.